5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നന്ദനേ, ആ നന്ദനേ, നന്ദനേ, ആ നന്ദനേ, ഇതെന്താ നന്ദന ഇവിടെ നടക്കുന്നത്? രോഹിണി പൂജയുടെ കാര്യം താൻ എന്നോട് പറയാറുണ്ട്. എന്താ? രോഹിണി പൂജ അല്ല, സുഹാസിനി പൂജ. സുഹാസിനി എങ്കിൽ സുഹാസിനി. താൻ എന്തുകൊണ്ട് ഇത് എന്നോട് പറഞ്ഞില്ല? പറ. അത് സർ, ഇതിപ്പോ എന്താ പ്രത്യേകിച്ച്? തിരുമേനി ഇന്ന് വന്ന് തീരുമാനം പറഞ്ഞു. സാർ ഇപ്പോഴല്ലേ കയറി വരുന്നേ? അതെ, നാളെ ഞാൻ തന്നെ വീണ്ടും താലി കെട്ടണോ? നിർബന്ധമൊന്നുമില്ല. നിർബന്ധമുണ്ട്. പൂജയിൽ അങ്ങനെ ഒരു ചടങ്ങുമുണ്ട്. തന്നോട് ആരും ഒന്നും പറഞ്ഞില്ലേ? യതീന്ദ്രൻ സാറ് പറഞ്ഞു. അതിന് എന്നെ നിർത്തണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. നോ നന്ദിനി, നോ. ഈ പൂജ ഭയങ്കര ശക്തിയുള്ളതാ. ഇതിൽ പങ്കെടുത്തിലേക്ക് ദോഷമാ. അതിന് സാറിന് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? അതായത് അച്ഛന്റെ വിശ്വാസാ. പക്ഷേ നമുക്കങ്ങ് പങ്കെടുത്തേക്കാം അല്ലേ? നാളെ അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരും. പറ്റുമെങ്കിൽ ഏതെങ്കിലും VIP ക്ഷണിച്ചിട്ടുണ്ടാവും. അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് എന്റെ അമ്മയെ സ്നേഹിക്കാൻ എനിക്കൊരു അവസരം കിട്ടുന്നതല്ലേ? സ്നേഹിക്കാനോ? അമ്മയുടെ സ്നേഹം തോന്നി തുടങ്ങിയോ? പിന്നെ ഒരമ്മയുടെ ആഗ്രഹം എന്താ? മക്കളുടെ മനസ്സ് സന്തോഷിക്കണമെന്നല്ലേ? എന്റെ മനസ്സ് സന്തോഷിക്കണമെങ്കിൽ എന്താ വേണ്ടത്? പത്മ മാഡം നാണം കെടണം. അപ്പോ അമ്മ ആഗ്രഹിക്കുന്ന പോലെ അമ്മയുടെ മകനായി എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ അമ്മയെ തന്നെ നാണം കെടുത്തണ്ടേ? നാളെ വരുന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ താൻ പ്രതീക്ഷിച്ചോ? ഈ പൂജ വെറുതെ ആവില്ല. സർ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പൂജയിൽ പങ്കെടുക്കുന്നില്ല. നന്ദിനി സർ, ഇത് വീടിനകത്ത് വെച്ച് നടക്കുന്ന ഒരു പൂജയാ. വരുന്ന ആളുകള് ഇതിനെ ഭക്തിയോടെ കാണുന്നതാ. അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി സാർ എന്തെങ്കിലും ചെയ്താ നാളെ ഇവിടെ വരുന്ന ആളുകൾ മുഴുവൻ അവരുടെ ജീവിതത്തിൽ വലിയൊരു വിഘ്നമായിട്ട് അതിനെ കാണൂ. ഓ, അങ്ങനെ കൊണ്ടല്ലേ? ഉണ്ട് സർ. ഒരു വിശ്വാസിയുടെ വിശ്വാസം ഇല്ലാതാക്കുന്ന ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റില്ല. നാളെ വരുന്നവരുടെ മനസ്സിൽ സാറിനെ കുറിച്ചൊരു മോശം ചിത്രം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ പറഞ്ഞത്. നാളത്തെ പൂജ നടത്തേണ്ടത് സാറിന്റെയും കൂടെ ഉത്തരവാദിത്വമാ. എന്ന് പറഞ്ഞാ നാളത്തെ പൂജ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ. വെറുതെ കാഴ്ചക്കാരനായിട്ട് കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. നാളെ പൂജയ്ക്ക് ദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം സാറിന്റെ ഭാഗത്തുനിന്ന് വന്ന ആളുകൾ നിൽക്കുന്നൊന്നും ഞാൻ നോക്കില്ല. ഞാൻ എതിർക്കും. എനിക്ക് വിശ്വാസമുണ്ട് സർ. ഒരു പൂജ മുടങ്ങുന്നതും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ഓക്കെ, തനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ അത് വിട്ടേക്ക്. ഞാൻ സൈലന്റ് ആയിട്ട് പൂജയിൽ നിന്നോളാം. നന്ദിനി, ഞാൻ പറയുന്നത് സത്യ. ഞാനായിട്ട് ഒരു കുഴപ്പമുണ്ടാകില്ല. ഒരു കുഴപ്പവും. ഇത് ഞാനേ തനിക്ക് തരുന്ന വാക്കാ. സുഹാസിനി പൂജ.